നമ്മോടൊപ്പം BJP നേതാവ് ശ്രീ PC ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഇപ്പോൾ ഹൈക്കോടതിയിൽ കൂടി ഈ CMDRF കണക്കുകളിൽ സർക്കാർ ഒരു ഒളിച്ചുകളി സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം പ്രളയ കോവിഡ് കാലങ്ങളിൽ പിരിവെടുത്ത 250 കോടി കണക്കുകൾ മൗനം പാലിച്ചിരിക്കുകയാണ് സർക്കാർ. എന്റെ പൊന്നെ, ഇത് മാത്രമല്ല, നീ എല്ലാം നുണയിൽ മാത്രം ജീവിക്കുക, നുണയിൽ ജനിക്കുക, നുണയിൽ മരിക്കുക, നുണയിൽ ജീവിക്കുക. ഇതാണ് പിണറായി സർക്കാർ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച്, ഈ പ്രളയ ദുരന്തം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായ ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽ യഥാർത്ഥ നഷ്ടപരിഹാരം കണക്കാക്കി ഇതുവരെ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ട് ഈ നിമിഷം വരെ കേന്ദ്ര ഗവൺമെന്റിൽ നിവേദനം കൊടുക്കാൻ പോലും കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത് ഇപ്പോഴും 100 ശതമാനം കോടി രൂപ ഇവിടെ മിച്ചം കിടക്കുക. 161 കോടി ഞാൻ ഇന്നലെ വിളിച്ച പറഞ്ഞത്. ആ രൂപ പോലും ചെലവഴിക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ് ഇവന്മാര്. എന്തിനാ പറയുന്നത്? ഈ ദുരിതാശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ നമ്മുടെ വയനാട് ഉണ്ടായപ്പോ ഞാൻ ഉൾപ്പെട്ട ഞാൻ പാലാരൂപതപ്പെട്ട ആളാ. പിതാവ് അവിടെ 100 വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു. 100 വീട്, അത് 10 സെന്റ് സ്ഥലവും ഞങ്ങൾ മേടിച്ചോളാം, വീടും വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അതിനും ഗവൺമെന്റ് സമ്മതിക്കണ്ടേ? ഇവന്മാർക്ക് തലയ്ക്ക് വട്ടുപിടിച്ചേക്കും. വട്ടന്മാരുടെ ഗവൺമെന്റ് അല്ലേ ഇത്? ഒരു സംശയം വേണ്ട. നാളെ പണി കൊടുക്കാൻ പിണറായി വിജയൻ പറഞ്ഞാൽ മതി, ഗവൺമെന്റ് അനുവാദം തന്നാൽ മതി. ആ 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച്, ഒന്നാം തരം വീട്, മിനിമം 10 ലക്ഷം രൂപ വില വരുന്ന വീട് വെച്ച് കൊടുക്കാനാണ് അനുമതി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഓർത്തഡോക്സ് സഭ അവർ 50 വീട് വെച്ച് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അതായത് ഈ മന്ത്രിമാര് ചർച്ച ചെയ്യുന്ന എന്തായാലും വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണിത്. ഒരു സ്റ്റേറ്റിലുണ്ടായ വലിയ ദുരന്തമാണ്. പക്ഷേ ആ ദുരന്തം എഫക്ട് ചെയ്യുക 3 വാർഡുകളിൽ. അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. 3 വാർഡിലെ ദുരന്തമുണ്ടെന്ന്. ഇതൊക്കെ ഇവന്മാരോട് ആര് പറഞ്ഞ് പറയാൻ? റിയാസ് മന്ത്രിയാ പറയുന്നത് 3 വാർഡിലെ ഉണ്ടെന്ന്. സത്യമാണ്. 3 വാർഡ് മുഴുവൻ ഒഴിച്ചുപോയി. മനസ്സിലായില്ലേ? ഒരു ജില്ലയിലുള്ള ഒരു പഞ്ചായത്തിലുള്ള 3 വാർഡുകൾ പൂർണ്ണമായിട്ട് ഒഴിച്ചുപോയി. ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ദുരന്തമുണ്ടോ? എന്നിട്ട് ഇവർ പറഞ്ഞ് 3 വാർഡിലെ ഉള്ളെന്ന്. മന്ത്രിയും ലോക്കൽ MLA കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേട്ട കാര്യമാണിത്. ഈ നിലയിലാണ് കേരളത്തിന്റെ ഗതി. നമ്മൾ എവിടെ പോകും? സാമ്പത്തികമായി തകർന്നില്ല. എവിടെ ഇരിക്കുന്നു? റേഷൻ ഉണ്ടോ? റേഷൻ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ പാവങ്ങൾക്ക്. വലിയൊരു ഗതികേടാണ് ഇത്. എവിടെ പോയി നിൽക്കും ദൈവം തമ്പുരാനെ? ഓർത്തിട്ട് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണിത്. അടിച്ചിറക്കി വിടുകയല്ലാതെ മാർക്കുമില്ല. അടിച്ചിറക്കി വിടണമെന്ന് എന്റെ അഭിപ്രായം. വേറെ ഒന്നും പറയാനില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ PC ജോർജ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.